സിപിഎമ്മിനെതിരായ വിമർശനങ്ങളിൽ ഉറച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും തിരുത്താനുള്ളത് തിരുത്തണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത്. എന്നാൽ വിമർശനം വ്യക്തിപരമല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം സിപിഐ LDF വിടണമെന്ന UDF കൺവീനർ എം ഹസന്റെ പ്രസ്താവന ബിനോയ് വിശ്വം തള്ളി. സിപിഎമ്മിനെ ജീർണത ബാധിച്ചു. ആ തരത്തിൽ തന്നെയായിരുന്നു, അങ്ങനെ ഒരു ധ്വനി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും പരാമർശങ്ങളിലുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, അതൊക്കെയും ചെങ്കൊടി തണലിലല്ല വളരേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഇടമാക്കി ചെങ്കൊടിയുടെ തണൽ മാറ്റരുത് എന്ന കാര്യം ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ സിപിഎമ്മിനുള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് പി ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ, തിരഞ്ഞെടുപ്പ് തോൽവി, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അതിൽ സിപിഐയുടെ നിലപാട് അസന്നിഗ്ധമായി അവർ പറയുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കാനൻ രാജേന്ദ്രനിൽ നിന്ന് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലേക്ക് സിപിഐ എത്തുമ്പോൾ അദ്ദേഹം മയപ്പെട്ടായിരിക്കുമോ, അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചേർന്ന് പോയതുപോലെ ചേർന്ന് പോകുമോ എന്ന ഒരു ചർച്ചകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി തന്നെ സിപിഎമ്മിനോട് പറയേണ്ടത് പറഞ്ഞു പോവുകയാണ് ബിനോയ് വിശ്വം. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ചെങ്കൊടി ഇസ് ചെങ്കൊടി. ആ ചെങ്കൊടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കൊടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങളെ അവരുടെ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് CPIയുടെ ബോധ്യം. പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒഞ്ചിയത്തും അതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തില്ലങ്കേരി അടക്കമുള്ള സ്ഥലങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവിടെ നിരവധി പേർ ചോര കൊടുത്തുണ്ടാക്കിയ ചെങ്കൊടിയാണ്, അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്ക്. ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് തണലായി ആ കൊടിയെ മാറ്റരുത്. അവരെ വളർത്താൻ വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തകർക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ് അവരുടെ പ്രവൃത്തി. അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി അവർ നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ജനങ്ങളെ അങ്ങനെ അകറ്റുന്നുണ്ടെങ്കിൽ ഇവർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന കാര്യം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടത്. പല കാരണങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്കാണ് ബിനോയ് വിശ്വം അത് പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല എന്ന് ബിനോയ് വിശ്വം കൂടി പറയുകയാണ്. അദ്ദേഹം അത് പഠിക്കുമെന്നും അനുഭവ സമ്പത്തുള്ള നേതാവാണെന്നും തിരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറയുന്നു. അച്യുതമേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം പറയുന്നത്. EMSന്റേതായ മഹത്വമുണ്ട്, പക്ഷേ അച്യുതമേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നു. UDFിലേക്കുള്ള ക്ഷണം അത് അദ്ദേഹം പരിഹസിച്ച് കളയുകയാണ്. എം ഹസൻ ക്ഷണിച്ചുവെങ്കിലും മുന്നണി മാറ്റത്തിന്റെ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്നും ബിനോയ് വിശ്വം പറയുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്ന് ബിനോയ് വിശ്വം. EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയെങ്കിലും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോൻ തന്നെ. പിണറായി വിജയൻ എടുത്തു പറയപ്പെടേണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. UDFിൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. CPI LDFിൽ നിന്ന് നിലവിൽ വിടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്.